നിരാശപ്പെട്ട് ഇതൊരിക്കലും ശരിയാകത്തില്ല, ശുഭമാകത്തില്ല, നടക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ വിഷയത്തിൽ മെഡിക്കൽ സയൻസ് എന്തും പറഞ്ഞോട്ടെ, നേച്ചർ എന്തും പറഞ്ഞോട്ടെ, ലോകം എന്തും പറഞ്ഞോട്ടെ, നിന്റെ ഡിഗ്രി എന്തും പറഞ്ഞോട്ടെ, ദൈവം നിന്നോട് പറയുന്നത് എടാ നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞൊരു വാഗ്ദത്തമുണ്ടല്ലോ, ആ വാഗ്ദത്തം നോക്കിയപ്പോൾ I am almighty, എന്നിൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ തട്ടി റിസീവ് ചെയ്യാൻ പറ്റുമോ? യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ നിനക്ക് തടസ്സപ്പെടുത്തുന്ന സകല തടസ്സങ്ങളെ മാറ്റുമല്ലോ. I am God Almighty. അവൻ എന്റെ നാമം അറിയുന്നു. That means ഇവിടെ ഇരിക്കുമ്പോൾ അവന്റെ നാമം അറിയണം. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട നാമം അറിയാമോ? നിന്റെ ആവശ്യത്തിന് മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം പറയുന്നത് എന്റെ നാമം ഇന്നും നീ ഒന്ന് അറിഞ്ഞാൽ ആരാധിക്കുന്ന ശൈലി ഒന്ന് മാറും. എന്റെ നാമം നീ ഒന്ന് അറിഞ്ഞാൽ നിന്റെ പ്രാർത്ഥന ശൈലി ഒന്ന് മാറും. എന്റെ നാമം ഒന്ന് അറിഞ്ഞാൽ നിന്റെ നിപ്പും നിന്റെ നടപ്പും മാറും. എന്റെ നാമം അറിഞ്ഞാൽ നീ ദൈവത്തോട് പ്രതികരിക്കുന്ന പ്രതികരണം മാറും. ചുമ്മാ ചാരികസേരയിൽ ചാരിപ്പോകുന്നവരായിട്ടല്ല, ആരാധിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തെ ആരാധിച്ചിട്ട് ഇത് മടങ്ങി പോകുന്നുള്ളൂ. ഈ 3 മണിക്കൂർ ദൈവത്തെ സന്നിധിയിലിരിക്കുന്നത് ആനന്ദത്തോടിരിക്കുന്ന ദൈവങ്ങളെ അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നിന്റെ ആവശ്യത്തിന് മധ്യത്തില. എനിക്കറിയത്തില്ല ഞാൻ ആരോടാ ദൂത് പറയുന്നത്, പക്ഷെ ഒരു ദൂത് വ്യക്തമായി പറയുന്നു. നീ അസാധ്യം എന്ന് പറയുന്ന മധ്യത്തിൽ, നിന്റെ അസാധ്യതകളുടെ മധ്യത്തിൽ അവൻ വെളിപ്പെടുത്തി തന്നെ ഒരു നാമം നിനക്ക് വേണ്ടിയുണ്ട്. അങ്ങനെ വെളിപ്പാട് പ്രാപിച്ച ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? എനിക്ക് വേണ്ടി ഒരു നാമം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരു നാമം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് കരങ്ങൾ ഉയർത്തി പറ, എനിക്ക് ആ നാമം പ്രത്യക്ഷപ്പെട്ടു. I know that name, I know that name, and because I know that name, he will deliver me. Amen, amen. No doubt he is going to deliver me. Can you say? ഒരു ഡൗട്ട് ഇല്ല, അവൻ എന്നെ വിടുവിച്ചിരിക്കും. അവനെ വിടുവിച്ചിരിക്കുന്നേ, അവനെ ഉയർത്തിരിക്കും. താഴ്ചയല്ല, ഉയർച്ച എനിക്ക് വേണ്ടി ദൈവം തന്നിരിക്കും. ആ ദൈവത്തെ സ്തുതിച്ച ദൈവമക്കളെ, ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം പെട്ടെന്ന് പറയാം. അവൻ എന്നോട്, എനിക്ക് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ പറയുക, ആ സമയം എന്നെ കൺസ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊന്ന് വിട്ടുവിടാം. പറ്റിയിരിക്കുന്നത് എന്നോട് പറ്റിയിരിക്കുന്നത്, അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ വേദോസ്തവത്തിൽ എനിക്ക് വളരെ ഇഷ്ടമായ പറയാൻ ഒത്തിരി എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല, പക്ഷെ ആ പറ്റിയിരിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. Ezekiel 14:14 വായിച്ചത്. The book of Ezekiel chapter 14.